ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ അത് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്കത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് കൊണ്ടാണ് സ്റ്റേ ഒത്തൻറ്റിക്. അതായത് നമ്മളായി നിൽക്കുക. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിലൂടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. പക്ഷേ അതൊരു ജെന്യൂൻ കോണ്ടന്റ് ആണ്. നമുക്ക് തോന്നിയതുപോലെ എല്ലാം എടുത്തിടരുത്. കാരണം അതൊരു പ്ലാറ്റ്ഫോമാണ്, ഒരുപാട് ആളുകൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇല്ലാത്ത ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറരുത്. രണ്ടാമത്തെ കാര്യം, എൻഗേജ് നൈസ്ലി. കോമൻറ്റ് സെക്ഷനിലാണെങ്കിലും മെസ്സേജിങ് സെക്ഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ, വളരെ മാന്യമായ രീതിയിൽ വേണം നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ, അതായത് ഒരാളായിട്ട് എൻഗേജ് ചെയ്യാൻ. മൂന്നാമത്തത് #, സ്മാർട്ട്ലി. ഇപ്പോൾ നമ്മളൊരു പിക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, ഇനി അഥവാ ഒരു റീൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് #, ഒക്കെ നമ്മൾ കൊടുക്കണം. #, കൊടുത്താൽ അത് റീച്ച് കിട്ടാനുള്ള ചാൻസ് കൂടും. എന്ന് വെച്ചിട്ട് ഒരുപാട് #, അനാവശ്യമായ ഒരു #, കൊടുക്കണ്ട. ആവശ്യമായ #, മാത്രം സെലക്ട് ചെയ്ത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് മാത്രം നിങ്ങൾ #, കൊടുക്കുക. അതുപോലെ തന്നെ ടെൽ സ്റ്റോറീസ്. നിങ്ങളുടെ ക്യാപ്ഷനിലും അതുപോലെ തന്നെ സ്റ്റോറികളിലൊക്കെ നിങ്ങൾക്ക് കഥകൾ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വ്യൂസ് കൂടും, അതുപോലെ തന്നെ റീച്ച് കൂടും. അതൊക്കെ നല്ല ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓൾവേസ് സ്റ്റേ ആക്റ്റീവായിട്ട് നിൽക്കുക. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരിക്കലും ബ്രേക്ക് എടുക്കരുത്. അതായത് ഇപ്പോൾ ചില ആളുകൾ ഒരുപാട് കാലം ബ്രേക്ക് എടുക്കും, ഒരു 2 മാസം 3 മാസമൊക്കെ ബ്രേക്ക് എടുക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ ഓൾവേസ് യൂസ് ഹൈ ക്വാളിറ്റി വിഷ്വൽസ്. ഇപ്പോൾ നമ്മളൊരു പിക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്തോ അഥവാ ഒരു റീൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്തോ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ക്വാളിറ്റി ഇല്ലെങ്കിൽ ആളുകൾക്ക് കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്തതാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. വളരെയധികം ശ്രദ്ധിക്കുക. നോ നെഗറ്റിവിറ്റി. ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യരുത്. ഒരു കോണ്ടന്റ് നിങ്ങൾ ഷെയർ ചെയ്യരുത്. ഫേക്ക് കോണ്ടന്റുകൾ ഒരിക്കലും നിങ്ങളുടെ പ്രൊഫൈൽ ത്രൂ നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. അതൊരു ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡായി പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് രീതിയിൽ നിങ്ങളുടെ പ്രൊഫൈലിനെ അത് ബാധിക്കും. അതുപോലെ തന്നെ നോ ഫേക്ക് എൻഗേജ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോമൻറ്റ് സെക്ഷനിലാണെന്നുണ്ടെങ്കിലും മെസ്സേജിങ് സെക്ഷനിലാണെന്നുണ്ടെങ്കിലും ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ജെന്യൂൻ ആയിട്ട് മാത്രം നിൽക്കുക. ഫേക്ക് ആയിട്ട് ഒരിക്കലും നിൽക്കരുത്. പിന്നെ അതിൽ വരുന്നതാണ് #, അതായത് ഒരുപാട് #, കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നല്ല രീതിയിൽ റീച്ച് കയറുന്നു. പക്ഷെ അത് നേരെ തിരിച്ചാണ് വരിക. നമ്മൾ ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് നല്ല രീതിയിലായിട്ട് മാറില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അവോയ്ഡ് ലോ ക്വാളിറ്റി വിഷ്വൽ. ക്വാളിറ്റി ഇല്ലാത്ത വിഷ്വലാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു പിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് ക്വാളിറ്റി വളരെ കുറവാണെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം അത് അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അപ്ലോഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ റെസ്പെക്ട് കോപ്പിറൈറ്റ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു റീൽ ഇഷ്ടപ്പെട്ട് ആ റീല് വേറെ ഒരാൾ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ എഡിറ്റ് അടിപൊളി എഡിറ്റാണ്, നല്ല രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട്, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്ത് അത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കി. അങ്ങനെ ചെയ്യരുത്. അതൊരു ക്രൈമാണ്. അത് അവരോട് ചെയ്യുന്ന ഒരു മര്യാദകേടുമാണ്. അതൊരു ക്രൈമാണ്. അത് അവരുടെ വിഷ്വലാണ്, അവർക്ക് സ്വന്തമെന്ന് അവകാശപ്പെടുന്ന ഒരു വിഷ്വലാണ്. അപ്പോൾ നിങ്ങൾ അത് എടുക്കുന്ന സമയത്ത് അവരോട് പെർമിഷൻ ചോദിക്കുക. നിങ്ങൾ അവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ ആ ഒരു വിഷ്വൽ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നെവർ ഇഗ്നോർ. അതായത് നിങ്ങളുടെ ഒരു പ്രൊഫൈലിലേക്ക്, നിങ്ങളുടെ ഒരു പോസ്റ്റിനോ ഒരു റീലിനോ ആളുകൾ എന്തെങ്കിലും കോമൻറ്റ് തരാണെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിലോ ഇഗ്നോർ ചെയ്യരുത്. നിങ്ങളൊരു ബേസ് സ്റ്റേജിൽ, അതായത് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ആളുകളോട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ഫോളോവറെ പോലും നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കെൻമി ഡിജിറ്റൽ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടുകൂടെ തന്നെ നമ്മുടെ കെൻമി ഡിജിറ്റൽ അക്കാഡമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ബൈ.